മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിൽ 24 മണിക്കൂറിനുള്ളിൽ അഴിച്ചുപണിയുമായി ബി.ജെ.പി. ദാതിയെ ജില്ലാ ഘടകം മുതൽ കീഴ്ഘടകം വരെ പിരിച്ചുവിട്ടു. ഉപതെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ രൂപീകരിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് തീരുമാനം. അച്യുതൻ ഡൽഹിയിൽ ചെയ്യുന്നത്. അച്യുതൻ, ദാതിയ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ വീണ്ടും കോൺഗ്രസ് ജയിച്ചു. ബി.ജെ.പിയുടെ പരാജയത്തിന് കാരണം ജില്ലാ ഘടകത്തിലെ ഭിന്നതകൾ എന്ന വിലയിരുത്തലിലാണോ കാര്യം എത്തുന്നത്, അതോ ഈ പറഞ്ഞതുപോലെ ആന്റി ഇൻക്യുബൻസി ഉണ്ടെന്നൊരു ധാരണയിൽ എത്തുന്നുണ്ടോ? സുഹേൽ, അമൃത, ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇതിനൊരു അവലോകന സമിതി ചേർന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തി, പരാജയ കാരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി. അതിന്റെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ ബി.ജെ.പി. ഇത്തരമൊരു അഴിച്ചുപണി അവിടെ ഈ ജില്ലാ സംഘടനാ തലം മുതൽ കീഴ്ഘടകം വരെ വരുത്തിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഏതാണ്ട് 1 ഡസനോളം കൗൺസിലർമാർ അവിടുത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പുതുമുഖമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ബി.ജെ.പി. അവതരിപ്പിച്ചത്. അതായത് അശുതോഷ് തിവാരി എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ ഏതാണ്ട് 1 ഡസനോളം കൗൺസിലർമാരാണ് ഈ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയത്. അതിന് കാരണം ഈ 6 തവണ MLA ആയിരുന്ന മുൻ അവരുടെ ആഭ്യന്തര മന്ത്രിയായിരുന്ന നരോത്തം മിശ്രയ്ക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല. അപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ചില പരാതികളും ഈ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ദാതിയയിലെ ജില്ലാ സംഘടനാ തലം മുതൽ കീഴ്ഘടകം വരെയുള്ള എല്ലാം പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ അച്ചടക്ക നടപടികൾ ഉണ്ടാകും എന്നാണ് സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഘടനാ തലത്തിലെ അഴിച്ചുപണി ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള നിർദ്ദേശങ്ങൾ അത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരിക്കും ഇനി മറ്റു മാറ്റങ്ങൾ വരുത്തുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സുഹൈൽ, അമൃത. അച്ഛൻ, ഈ ദാതിയയിലെ തോൽവി ഒരു പ്രാദേശിക വിഭാഗീയതയുടെ പ്രശ്നം മാത്രമായാണോ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് മോഹൻ യാദവിനെതിരെയുള്ള ഭൂമി കുംഭകോണ ആരോപണ അഴിമതിയൊക്കെ ഉയർന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് സംസ്ഥാന ഘടകത്തിനോ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു അമർഷമല്ല എന്നൊരു നിഗമനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് എത്താൻ ഈ പ്രാദേശിക ഘടകത്തെ ഇട്ടുകൊടുക്കുകയാണോ? സുഹേൽ, നിലവിൽ ഇത് ഒരു പ്രാദേശിക പ്രശ്നമായി ആണ് കാണുന്നത്. കാരണം മറ്റിടങ്ങളിൽ ഇതുവരെ ഒരു അഴിച്ചുപണിക്ക് ബി.ജെ.പി. മുതിർന്നിട്ടില്ല. മറിച്ച് ഈ ദാതിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ അഴിച്ചുപണി വരുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ നരോത്തം മിശ്രയ്ക്ക് സീറ്റ് നിഷേധിച്ചതാണ് ഒരു വിഭാഗം നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയത്. ആ അതൃപ്തിയാണ് നിലവിൽ ബി.ജെ.പി. കൊണ്ടുവന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിയുള്ള അശുതോഷ് തിവാരിക്കെതിരെ ഇത്തരമൊരു പ്രചരണം, അത് വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് അവലോകന സമിതി, തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ഏർപ്പെടുത്തിയ സമിതിയാണ് ആ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. 12-ലധികം കൗൺസിലർമാർ, ബി.ജെ.പി. കൗൺസിലർമാരാണ് ഈ പുതിയ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തിയത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ്ടും ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ ഒരു വീഴ്ച അല്ലെങ്കിൽ നേതാക്കളുടെ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിലാണ് ഇപ്പോൾ ഈ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ഇതിലേതെങ്കിലും തരത്തിൽ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി മോഹൻ യാദവുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ നേതാക്കൾക്കിടയിലുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായിരുന്നു. ബീഹാർ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. ഗുജറാത്തിൽ ജയിച്ചത് 3-1 ഭൂരിപക്ഷമായി കുറഞ്ഞതാണ്. അങ്ങനെ ആകെ മൊത്തം എന്തെങ്കിലും ഒരു ആന്റി സെന്റിമെന്റ്സ് ബി.ജെ.പിക്ക് ഉണ്ടോ എന്ന വിലയിരുത്തലിലേക്കും കേന്ദ്ര നേതൃത്വം കടന്നിട്ടുണ്ട്. നിലവിൽ മധ്യപ്രദേശിലെ വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.